സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ താറടിച്ച് കാണിക്കാനും അതിനുവേണ്ടി സംസാരിക്കുകയും അവരുടെ അവകാശങ്ങൾ അടിയന്തര പ്രമേയമായി നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്ത പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടം SUCയുടെ നാവാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്ത വീണ ജോർജിനെ ശരിക്കും ഇപ്പോൾ പാർട്ടി നേതാക്കൾ വരെ പഞ്ഞിക്കിടുന്ന ഒരവസ്ഥയാണ്. ആരോഗ്യ മേഖലയിൽ ഇത്രയധികം മോശമായ ഒരു മന്ത്രിയെ തങ്ങളാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഘടകകക്ഷികൾ വരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ആശാവർക്കർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായും അവരുടെ മിനിമം വേതനം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഷാഫി പറമ്പിലും ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. അടിയന്തര പ്രമേയമായാണ് അവതരിപ്പിച്ചത്. അവരുടെ ദിവസേന വേതനം, അവർ എടുക്കുന്ന തൊഴിൽ, അതിൻ്റെ ദൈർഘ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷാഫി പറമ്പിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയമായി തന്നെയാണ് അവതരിപ്പിച്ചത്. കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ള നേതാക്കൾ സ്പഷ്ടമായി തന്നെ സമര പോരാട്ടത്തിന് ഐക്യദാർഢ്യം കൊടുത്തത് അതുതന്നെയാണ് അവരുടെ പ്രതീക്ഷയെന്നും അധികാരികൾ ഉണർന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഇനിയെങ്കിലും സജ്ജരാകട്ടെ എന്നുമാണ് ഇപ്പോൾ സമരവേദിയിലുള്ളവർ കൃത്യമായി അറിയിച്ചിരിക്കുന്നത്. വീണ ജോർജിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് CPIM-ൽ തന്നെ അഭിപ്രായമുള്ളവരുണ്ട്. പ്രത്യേകിച്ചും പത്തനംതിട്ടയിലെ CPIM ജില്ലാ കമ്മിറ്റി ശക്തമായി വീണ ജോർജിനെതിരെയാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ വീണ ജോർജിനെ ക്ഷണിതാവാക്കിയതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ട്. ഒന്നാമത്തെ കാര്യം, വീണ ജോർജ് പാർട്ടി പ്രവർത്തകയല്ല. പാർട്ടിയുമായി യാതൊരു രീതിയിലുള്ള പുലബന്ധം പോലുമില്ല. ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവ് വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നു. അതുവഴി ഓർത്തഡോക്സ് വോട്ടുകൾ CPIM-ലേക്ക് എത്തപ്പെടും എന്നുള്ള ധാരണയുടെ പുറത്താണ് വീണ ജോർജിന് അപ്രതീക്ഷിതമായി അനർഹമായിട്ടുള്ള ഈ സ്ഥാന പദവിയെല്ലാം നേടിയെടുത്തത്. എന്നാൽ ആ മന്ത്രിസ്ഥാനം അലങ്കരിക്കുമ്പോൾ ഒരു പ്രതിബദ്ധത പോലും അവർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. വനിതാ ശിശുക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വനിതയാണെന്ന് ഓർമ്മ വേണം. വലിയ തോതിൽ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്ന കാലം അത്രയും സ്ത്രീ സമത്വത്തിന് വേണ്ടിയും അതുപോലെ ഇത്തരം വിഷയങ്ങളെല്ലാം പൊതുജന ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ വേണ്ടി പല ചാനലുകളിലും പ്രവർത്തിച്ച ഇതേ വീണ ജോർജ് നേരെ തിരിഞ്ഞ് ഒരു മന്ത്രിയായതിനു ശേഷം ഇവരോട് കാണിക്കുന്ന നെറികേട് കാണുമ്പോഴാണ് കൃത്യമായി CPIM-ലുള്ളവർ തന്നെ പ്രതികരിച്ചു പോകുന്നത്. എന്തൊരു അഭ്യാസമാണ് വീണ എടുക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ഏതായാലും ഇനി ആറന്മുളയിൽ നിന്നാൽ കെട്ടുകെട്ടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2ാം തവണയാണ് ആറന്മുളയിൽ വിജയിച്ചു കയറിയത്. എന്നാൽ ഇനി ഒരു തവണ കൂടി പാർട്ടി മത്സരിക്കാൻ സീറ്റ് കൊടുക്കരുത് എന്നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്.